കിട്ടി മോനെ കിട്ടി. ഇന്ന് ജേണൽ ചെയ്യാൻ ആരെയാകുന്നു തപ്പി നടന്നപ്പോഴാട്ടോ പെട്ടിയിതാ നമ്മള് സ്നിക്കേഴ്സ് കുറ്റം കിടക്കുന്നു. അങ്ങനെ അവനെ ഞാൻ കയ്യോടെ തന്നെ ഇട്ട് പൊക്കിയിട്ടുണ്ടായിരുന്നേ. വലിയ ചൊറുക്കൊന്നുമില്ലെങ്കിലും നമുക്കിതിനെ ചൊറുക്കാക്കി എടുക്കണല്ലോ. ഇനി ഞാൻ ഒന്നും നോക്കിയില്ല, പെട്ടിക്ക് അങ്ങ് തട്ടിട്ടാണ് സ്നിക്കേഴ്സിനെ അങ്ങോട്ട് സൂം ചെയ്ത് കൊടുത്തുട്ടോ. കത്തിക്കാൻ മാത്രല്ലേ ഈ ജേണൽ ചെയ്യാൻ എന്തൊക്കെ ഉപകാരപ്പെടുന്നേ. ഇപ്പോഴല്ലേ അറിഞ്ഞത്. എന്തായാലും സാധാ ഇട്ടതുണ്ടാ ഞാൻ റാഹത്തായി. പേര് തപ്പുണ്ടായിരുന്നല്ലോ എഴുതത് ഫുള്ള് നടന്നിക്കണേ. എവിടെ ആകെ 2-3 പേജിലേ ചെയ്തിട്ടുള്ളൂ, ബാക്കി ഫുള്ള് ഇവാൻ. അതൊക്കെ ഇനിയിപ്പം നടക്കണല്ലോ നാളേക്കുമ്പോഴാണ് അടുത്ത ടെൻഷൻ. അപ്പോ ബൈ നമുക്ക് കാര്യത്തിലോട്ട് വരാം. സ്നിക്കേഴ്സ് എന്നൊക്കെ എഴുതി ഈ ഒരു സംഭവമായിട്ട് ഞാൻ മുറിച്ചെടുക്കുന്നത് വീഡിയോയിൽ കാണുന്ന പോലെ എത്രയും സാധനങ്ങളെ ഞാൻ കട്ട് ചെയ്തിട്ടുള്ളത്. പിന്നെ മേലെ സ്നിക്കേഴ്സ് ഒട്ടിച്ചു കൊടുത്തിട്ടുണ്ട്. പിന്നെ എന്തൊക്കെയോ കോഡ്സൊക്കെ എനിക്ക് പിൻട്രസ്റ്റിന് കിട്ടിയപ്പോൾ അതൊക്കെ എഴുതിക്കാണ്ട് അതും ഒട്ടിച്ചു കൊടുത്തിട്ടുണ്ട്. പിന്നെ എൻ്റെ അടുത്ത് ഇങ്ങനത്തെ കുറച്ച് അൽക്കൂലത്തെ സാധനങ്ങളൊക്കെ ഉണ്ടായിട്ടോ. കാരണം ഇതൊക്കെ ഒട്ടിക്കളവാനല്ലോ, ഇതൊക്കെ തീർക്കും വേണം, എന്നാലേ പുതിയതായിട്ട് വാങ്ങാൻ പറ്റില്ല. പിന്നെ സ്നിക്കേഴ്സിന്റെ ഇൻഗ്രീഡിയൻസിന്റെ ആ ഒരു പാക്ക് ഉണ്ട്, അതൊക്കെ ഒട്ടിച്ചു കൊടുത്തിട്ടോ. ഇങ്ങനെയൊക്കെ ഒട്ടിച്ചു കൊടുക്കുമ്പോ ഇൻഗ്രീഡിയൻസ് ആണ് എന്താണ് ആർക്ക് മനസ്സിലാവാൻ. ഇങ്ങനെ കണ്ടപ്പോൾ തന്നെ എനിക്ക് കുറച്ച് മൊഞ്ചൊക്കെ തോന്നിട്ടോ. പിന്നെ ഇതെന്തെങ്കിലുമൊക്കെ കോളാക്കണല്ലോ, എന്റെ മെയിൻ സ്വഭാവം അതാണ്. കുളിപ്പിച്ച് കുട്ടിനെ ഇല്ലാതാക്കറേ അസുഖം. പിന്നെ എന്റെ സൈഡിൽ ഞാനൊരു ചോക്ലേറ്റ്സിന്റെ ഇതൊക്കെ വരച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ ഞാൻ ലാസ്റ്റ് ഒരു കോട്ട എഴുതി കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. L3 പീസ് ഓഫ് ഹെവൻ. നമ്മളെ അടിവായിട്ടിലും എന്നൊരു കേസും അതൊക്കെ എന്റെ ചോക്ലേറ്റ് തിന്നുമ്പോ നമുക്ക് കിട്ടും സന്തോഷം. അപ്പോ ഇത്രേ ഉള്ളൂ, ഇതാണ് ഫൈനൽ ലുക്ക്. അപ്പൊ ഓക്കെ ബൈ.